RSS നേതാവ് CK സദാനന്ദൻ MP-യുടെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്നുള്ള CPM വാദമാണിപ്പോൾ വരുന്നത്. കോടതിക്ക് ഇത് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമാണ്. സദാനന്ദൻ ഉൾപ്പെടെ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ ലഭിച്ചതെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് മട്ടന്നൂർ ഉരുവച്ചാലിൽ CPM വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖാക്കൾ നിരപരാധികളാണ്. ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞീഷ മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽ സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ്. ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ്, അധ്യാപകരാണ്, ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ്. അവരാരെങ്കിലും ഈ ഒരു പണിക്ക് പോകുമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല. സദാനന്ദ മാഷ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ്. ആ വ്യാജമൊഴികൾ, കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷ തന്നെ. പക്ഷേ അവർ കുറ്റവാളികളാണെന്ന് നാട്ടിലെ ജനങ്ങൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, അത് ഞാൻ പറയുന്നില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. കള്ളമൊഴികൾ കൊടുത്തു എന്നുള്ള ഒരു വസ്തുതയാണ്. സദാനന്ദ മാഷ് ഉൾപ്പെടെ കള്ളമൊഴി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. വ്യാജമൊഴികളാണ് കൊടുത്തത്, വസ്തുതയല്ലെന്ന് സദാനന്ദ മാഷ്ക്കും അറിയാം. പക്ഷേ ശിക്ഷിക്കപ്പെട്ടു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സദാനന്ദ മാഷ് എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സ്കൂളിലെ അധ്യാപകനായിരുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, സദാനന്ദൻ MP-യുടെ കാൽവെട്ട് കേസിൽ ഇത്ര വൈകിയ ഒരു വിശദീകരണത്തിന് CPM തുനിയുന്ന പശ്ചാത്തലം എന്താണ്? ദിവ്യ, സദാനന്ദൻ MP-യുടെ കാൽ വെട്ടിമാറ്റിയ കേസിൽ 8 CPM പ്രവർത്തകർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ മുഴുവൻ പ്രവർത്തകരും കോടതിയിൽ കീഴടങ്ങുകയും പിന്നാലെ അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നത്. 7 വർഷത്തെ കഠിന തടവും ആ പിഴയുമാണ് ഈ 8 CPM പ്രവർത്തകർക്കും വിധിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ വലിയ തോതിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനുള്ള ഒരു ശ്രമം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാത്രമല്ല, ആ സമയത്താണല്ലോ സദാനന്ദനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്തായാലും CPM-നെതിരെ CPM അതിൽ വലിയൊരു പ്രതിരോധത്തിലാവുകയും ചെയ്തു. കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ കാല് വെട്ടിയ കേസിൽ CPM-ന്റെ ആളുകൾ, പ്രാദേശിക നേതാക്കൾ ശിക്ഷിക്കപ്പെടുന്നു എന്നത് സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അത് വിശദീകരിക്കാൻ ഒരുങ്ങുകയാണ് ജനങ്ങളോട്. അതിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച വൈകിട്ട് മട്ടന്നൂരിൽ തന്നെ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് CPM ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അതിനു മുമ്പായിട്ടാണ് ഇപ്പോൾ KK രാഗേഷ്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പറയുന്നത് ഒരു കാരണവശാലും ഈ ശിക്ഷിക്കപ്പെട്ടവർ എല്ലാം നിരപരാധികളാണ്, അവർ ഒരു അപരാധവും ചെയ്തിട്ടില്ല. 8 പേരും നിരപരാധികളാണെന്ന് 100% ഉറപ്പുണ്ട്. അത് നാട്ടുകാർക്ക് ഉറപ്പുണ്ട്, പാർട്ടിക്ക് ഉറപ്പുണ്ട്. ശിക്ഷ വിധിച്ചത് സദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ കള്ളമൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ഉരുവച്ചാലിൽ അന്ന് ചില വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു വർഗീയ പരിപാടിക്ക് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ഇത് ചോദ്യം ചെയ്ത അവിടുത്തെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ജനാർദ്ദൻ എന്നൊരാളെ ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്നതിന് പിന്നിൽ സദാനന്ദന് പങ്കുണ്ട്. ഇതിന്റെ പ്രതികരണം എന്ന നിലയ്ക്കാണ്, ഇതിന്റെ ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയ്ക്കാണ് സദാനന്ദൻ ആക്രമിക്കപ്പെടുന്നത്. എന്തായാലും സുപ്രീം കോടതി കൂടി ഇത് തള്ളിയതോടുകൂടി കേസിൽ ഇനി നിയമപരമായ നീക്കങ്ങൾക്ക് ഇല്ല എന്ന് KK രാഗേഷ് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച കുറെ മനുഷ്യരുണ്ട്, അവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളും. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും പ്രതികളല്ല, കുറ്റവാളികളല്ല. അവരെ കോടതി ശിക്ഷിച്ചു പോയി എന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വിധികളും ചില മൊഴികളും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ടുണ്ടായ ചില നീക്കങ്ങളാണ്. അത് ദൗർഭാഗ്യകരമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പക്ഷേ അവരെ കുറ്റവാളികളായി നാടും പാർട്ടിയും കാണുന്നില്ല. അവരുടെ എല്ലാ സംരക്ഷണവും പാർട്ടി ഏറ്റെടുക്കുമെന്നാണ് KK രാഗേഷ്, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പ്രഖ്യാപിക്കുന്നത്.